ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു സിമ്പിൾ വെഡ്ഡിങ് ഗസ് മേക്കപ്പ് ലുക്കാണ്. അത് സൽവാറിലാണ്. നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല, നമ്മൾ BB ക്രീം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ദെൻ മൂവിങ് ടു ദ വീഡിയോ. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മേക്കപ്പാണ്. എല്ലാ പ്രോഡക്ട്സിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന അണ്ടർ 300 റുപ്പീസാണ്. അപ്പം നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്ന ടോണറാണ്. ഇപ്പോൾ ഡോട്ട് ആൻഡ് കീയുടെ ഒരു ടോണറാണ് എടുത്തേക്കുന്നത്. ഇത് 255-85 റുപ്പീസിനാണ് ഇത് വാങ്ങിച്ചത്. ഡോട്ട് ആൻഡ് കീ സ്കിൻ കെയർ വാട്ടർമെലൺ സൂപ്പർ ഗ്ലോ പോർ ടൈറ്റനിങ് ടോണർ. ഓക്കെ, അപ്പം എപ്പോഴും മേക്കപ്പ് സ്റ്റാർട്ടിന് ഏതെങ്കിലും ഒരു ടോണർ, ഈ റോസ് വാട്ടർ ആയാലും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഡാമ്പ് ചെയ്യുക. ഓക്കെ, അടുത്തത് മോസ്റ്റ് അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന നല്ലൊരു അടിപൊളി മോയ്സ്ചറൈസർ ആയത് നമ്മുടെ പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസർ, നോൺ ഓയിലി ഫ്രഷ് ഫീൽ മോയ്സ്ചറൈസറാണ് ഇടുന്നത്. ഇത് ഓൾമോസ്റ്റ് മിക്കവരും ഉപയോഗിച്ച് കാണും. നല്ലൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മേക്കപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഓക്കെ, നന്നായിട്ട് സ്കിൻ പ്രെപ്പ് എപ്പോഴും നമ്മളൊരു മേക്കപ്പ് തുടങ്ങുന്നതിന് മുമ്പേ നന്നായിട്ട് സ്കിൻ പ്രെപ്പ് ചെയ്താൽ മാത്രമേ മേക്കപ്പ് സ്റ്റിക്ക് ഓൺ ആവൂ. ഓക്കെ, അപ്പം നമ്മുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. ഇനി അടുത്തൊരു നമ്മുടെ ഒരു മാർസിൻ്റെ ഇലുമിനാറ്റി ബേസ് നമുക്കിത് പ്രൈമറായിട്ടും അല്ലാതെ നമുക്കൊരു സ്ട്രോക്ക് ക്രീമായിട്ടും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതും അണ്ടർ 300 ആണ്. ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നല്ലൊരു ഗ്ലോയി ടെക്സ്ചർ കിട്ടും. ഇപ്പോൾ ഇതൊരു ബ്രൈഡ്സ് മെയ്ഡ് ഒരു വെഡ്ഡിങ് ഗസ്റ്റ് ലുക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, മാർസ് ഇലുമിനാറ്റി ബേസ്. ഓക്കെ, ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ പ്രൈമർ കം സ്ട്രോക്ക് ക്രീം അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ പിഗ്മെൻറ്റേഷൻ കറക്ഷൻ, നമ്മുടെ പിഗ്മെൻറ്റേഷൻ കളർ കറക്ഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ 2 കൺസീലറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇൻസൈറ്റിൻ്റെ മോസ്റ്റ് അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന NC5 മീഡിയം യെല്ലോ. ഇത് എൻ്റെ സ്കിൻ്റെ ഒരു അണ്ടർ ടോൺ ആയിട്ടുള്ളൊരു കൺസീലറാണ്, കറക്റ്ററാണെന്നും ഒക്കെ പറയാം. അടുത്തത് എൻ്റെ സ്കിൻ ടോൺ ഒരുവിധം മാച്ച് ആയിട്ടുള്ളൊരു കൺസീലർ. ഇത് ഫേസസ് കാനഡയുടെ ഗോൾഡൻ റഷ് 06. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടാണ് ഞാൻ എൻ്റെ സിമ്പിളായിട്ട് നമ്മൾ പിഗ്മെൻറ്റേഷൻസ് കവറപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഡാർക്ക് ഷെയ്ഡ് എടുക്കുക. ഇങ്ങനെ അപ്ലൈ ചെയ്യുക. ഞാനിവിടെ ഓറഞ്ച്, പീച്ച് അതൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇൻസൈറ്റിന് തന്നെ പല ഷെയ്ഡുണ്ട്. ഒരു ടാങ്കി ഓറഞ്ച് ഒക്കെ കറക്റ്ററൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ പിഗ്മെൻറ്റേഷനുള്ള എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഒരു കൺസീലർ ബ്രഷ് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഡാമ്പ് ചെയ്യാം. ഓക്കെ, ഈ ഇൻസൈറ്റിൻ്റെ എനിക്ക് 95 റുപ്പീസിനാണ് ഇത് വാങ്ങുമ്പോൾ കിട്ടിയത്. നമ്മൾ ഫേസസ് കാനഡയുടെ ഗോൾഡൻ റഷ് 06. അതും എനിക്കൊരു 200 സംതിങ് ആണ് എനിക്ക് പർച്ചേസ് ചെയ്തപ്പോൾ കിട്ടിയത്. നമുക്കൊരു ഹയർ എൻഡിൽ പോകണമെങ്കിൽ നമുക്ക് ലോറിയൽ പാരീസിനെയൊക്കെ ഇൻഫ്ലേമബിൾ ഫുൾ വെയർ ഒക്കെ നല്ല കൺസീലേഴ്സാണ്, അതിനായി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ഗസ്റ്റ് മേക്കപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ
നമ്മുടെ സ്കിൻ ഷെയ്ഡിനെക്കാട്ടി ഡാർക്ക് കൺസീലർ ഇട്ടു. ഇനി എൻ്റെ സ്കിന്നിന് മാച്ച് ആവുന്നൊരു കൺസീലറാണ് ഫേസസ് കാനഡയുടെ. എനിക്ക് ഫേസസ് കാനഡ, ഇൻസൈറ്റ് സ്വിസ് ബ്യൂട്ടി എല്ലാം ഒരുവിധം നല്ലൊരു കൺസീലർ, നല്ലൊരു ബ്രാൻഡ്സുമാണ് കേട്ടോ. അഫോർഡബിളാണ്, യെറ്റ് ഇറ്റ്സ് ടു ഗുഡ്. ഓക്കെ, അപ്പം ഇടുക. നമുക്ക് ഓൺലൈൻ നമ്മുടെ ഷെയ്ഡ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്കിപ്പോൾ നമ്മുടെ ഷെയ്ഡല്ല എങ്കിൽ പോലും നമുക്കത് മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ആയിട്ട് ഇടാൻ പറ്റും കേട്ടോ. ഉപ്പ് നന്നായിട്ട് ഡാമ്പ് ചെയ്യും. ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഡാമ്പ് ചെയ്യാനേ പാടുള്ളൂ. നിങ്ങൾക്ക് സ്പഞ്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കൈ നിങ്ങൾക്ക് ചിലവർക്ക് ഹാൻഡ് ആയിരിക്കും കംഫർട്ടബിൾ, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പിഗ്മെൻറ്റേഷൻസ് ഒക്കെ കവർ അപ്പ് ചെയ്തു. നല്ലൊരു മീഡിയം കവറേജ് കിട്ടുന്ന ഒരു കൺസീലേഴ്സ് തന്നെയാണ്, നല്ലൊരു റെക്കമെൻഡേഷൻസ് ആണ്. അപ്പം നമ്മൾ ഇനി അടുത്തത് നമ്മുടെ BB ക്രീമാണ് യൂസ് ചെയ്യുന്നത്. BB ക്രീം വന്നിട്ട് ഐവറി ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. എപ്പോഴും പോൺസിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു BB ക്രീമാണ് പോൺസിൻ്റെത്. ഓക്കെ, നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഐ തിങ്ക് 2 ഷെയ്ഡ്സ് നമുക്ക് BB ക്രീം അവൈലബിൾ ആണ്. നിങ്ങളുടെ ഷെയ്ഡിന് ഏതാണ് സ്യൂട്ട് ആവുക എന്നുള്ളത് ജസ്റ്റ് ഡു ദാറ്റ്. ഒരു മിനിമം ക്വാണ്ടിറ്റി എടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക. ഓവറായാൽ കൂട്ടിയടിച്ചതുപോലെ ഇരിക്കും. ഓക്കെ, ഇങ്ങനെ സ്പഞ്ച് എടുത്തിട്ട് നമുക്ക് BB ക്രീം കൊണ്ടും അടിപൊളി വെഡിങ് ഗസ് മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഹെവി ഫൗണ്ടേഷൻസ് ഒക്കെ ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് ജസ്റ്റ് യൂസ് നമുക്കിത് കൊണ്ട് തന്നെ ചെയ്യാം. അടുത്തത് തന്നെ മാർസിൻ്റെ ഒരു മോസ്റ്റ് അഫോർഡബിൾ റേഞ്ചിൽ വന്നൊരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട് നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യുകയാണ്. ഇതും അണ്ടർ 200 നമുക്ക് കിട്ടും. ഈസി ടു അപ്ലൈ. ഇങ്ങനെ സ്ട്രോക്ക് ചെയ്തിട്ട് ജസ്റ്റ് സ്പൂളി വെച്ചൊന്ന് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ ഐബ്രോസ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് ഐ മേക്കപ്പിലോട്ട് പോവാം. സ്വിസ് ബ്യൂട്ടിയുടെ ലസ്റ്റർ ഐ ഷാഡോ എന്ന് പറഞ്ഞൊരു സിമ്പിൾ ഐ ഷാഡോ ഒരു പാലറ്റാണ് എടുത്തത്. ഒരു ക്വാഡാണ്, 4 കളേഴ്സ് വരുന്നുണ്ട്. മിക്കതും ഗ്ലിറ്ററി ആണ്, ഒന്ന് മാത്രമേ ഉള്ളൂ ഒരു മാറ്റ്. അപ്പോൾ ഇത് അണ്ടർ 200 ആണ്. അപ്പം അത് വെച്ച് നമുക്ക് ഒരു നല്ലൊരു സട്ടിൽ എന്നാലൊരു വെഡിങ് ഗസ് മേക്കപ്പ് ലുക്ക് അല്ലേ, അപ്പോൾ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ഷെയ്ഡ് എടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു ബേസ് പോലെ കൊടുക്കാൻ വേണ്ടി. ഓക്കെ, അപ്പുറത്തെ കണ്ണിലും ഇതേപോലെ. ഓക്കെ, നമ്മുടെ ഔട്ടർ കോർണറിലായിട്ട് ഈ ഒരു ഗ്ലിറ്ററി ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ കൊടുക്കുക. ജസ്റ്റ് ഞാൻ കൈ വെച്ചൊന്നാണ് സ്മഡ്ജ് ചെയ്യുന്നത്. ഔട്ടർ കോർണറിൽ. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമ്മളൊരു കാജൽ പാട്ടാണ്. ലൈറ്റായിട്ടൊരു കാജൽ നമ്മൾ ഡ്രോ ചെയ്യുന്നുണ്ട്. ഇത് മിസ് ക്ലെയറിൻ്റെ തന്നെ ഒരു ജെൽ ടൈപ്പ് കാജലാണ്.
ഓക്കെ, ഇതും അണ്ടർ 100 എന്നുവെച്ചാൽ ഒരു ബ്രൗണും വരുന്നുണ്ട്, ഒരു ബ്ലാക്കും വരുന്നുണ്ട്. ബ്രൗൺ വി ക്യാൻ യൂസ് ഫോർ ഐബ്രോസ് ഓൾസോ. അപ്പോൾ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളൊരു കാജലാണ്. ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇന്നർ കോർണറിൽ നിന്ന് തുടങ്ങാം. ഒരു ചെറിയൊരു വിങ്ഡ് ഐലൈനർ വരച്ചിട്ടുണ്ട്. ഇത് വെച്ച് ബ്രഷ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും. താഴെ അതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. താഴെ വരുമ്പോൾ കുറച്ച് ലൈറ്റായിട്ട് വരച്ചാൽ മതി കേട്ടോ. ഐ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് താഴെയും ചെറുതായിട്ട് എഴുതി സ്മഡ്ജ് ചെയ്തു. അങ്ങനെ ഓവറായിട്ടുള്ളൊരു ഐ മേക്കപ്പ് ഒന്നുമല്ല. പിന്നെ ജസ്റ്റ് നമ്മൾ പോൺസിൻ്റെ പൗഡർ, നാച്ചുറൽ ഗ്ലോ ഫേസ് പൗഡർ, ഇതും 99 റുപ്പീസിൻ്റെയാണ്. അടിപൊളിയാണ്. അത് വെച്ച് ജസ്റ്റ് ഒന്ന് ഡാമ്പ് ചെയ്തു 2 കണ്ണിന് താഴെ ഒരു കുറച്ച് എമൗണ്ട് എടുത്തിട്ട്. ഇനി കുറച്ച് മിനിമൽ സ്റ്റെപ്സും കൂടെ നമുക്കുള്ളൂ. നമുക്ക് ബ്ലഷും കോണ്ടൂറിങ് അങ്ങനെ ചെറിയ എല്ലാം അണ്ടർ ബഡ്ജറ്റ് പ്രോഡക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ജസ്റ്റ് ഇതൊന്ന് ഡാമ്പ് ചെയ്ത് കൊടുക്കുക. ബ്ലഷിന് ഇവിടെ എടുക്കുന്നത് ഇൻസൈഡിൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ബ്ലഷായ കാരമൽ എക്ലെയർ 06. ഇതും അണ്ടർ 100 ഇത് വാങ്ങിച്ചത്. അടിപൊളി ഷെയ്ഡാണ് കേട്ടോ, അടിപൊളി ഷെയ്ഡാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. നല്ലൊരു ഷെയ്ഡാണ്. ഓൾവേസ് മാർസ് ഇൻസൈറ്റിനൊക്കെ നല്ല അടിപൊളി ബ്ലഷ് റേഞ്ചസ് ഉണ്ട് കേട്ടോ. എക്സ്പെഷ്യലി മാർസിൻ്റെ ഒക്കെ നല്ല പിഗ്മെൻറ്റഡ് ബ്ലഷസ് ഒക്കെ ഉണ്ട്. അടുത്തത് ഹൈലൈറ്ററാണ്. ഇത് ഇൻസൈറ്റിൻ്റെ മോസ്റ്റ് അഫോർഡബിൾ റേഞ്ചിലുള്ളൊരു ഹൈലൈറ്ററാണ്. അണ്ടർ 200 അപ്പോൾ നമുക്ക് ഒരു ഗോൾഡൻ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഇനി അടുത്ത മസ്കാരയാണ് ഇടുന്നത്. ഓക്കെ, മസ്കാരയുടെ കാര്യം പറഞ്ഞത് NYBയുടെ 100 റുപ്പീസ് 99 റുപ്പീസിൻ്റെ മസ്കാരയാണ്. അടിപൊളിയാണ് കേട്ടോ. ട്രാവൽ പർപ്പസിനും ഒക്കെ നല്ലതാണ്. ലിപ്സിന് ആദ്യമായിട്ട് തന്നെ ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ലിപ്പ് ലൈനറാണ്. മാർസിൻ്റെ എഡ്ജ് ഓഫ് ഡിസയർ ഒരു യൂണിവേഴ്സൽ ലിപ്പ് ലൈനറാണ്. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാം. ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ലിപ്പ് ബാമൊക്കെ ഇട്ട് നല്ല മോയ്സ്ചറൈസറായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാനിവിടെ ഒരു 2 റെഡ് ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. ഒരു ഡാർക്ക് മെറൂൺ ആൻഡ് റെഡ്. ഒന്ന് നമ്മുടെ ഡാസ്ലറിൻ്റെ തന്നെ DLC 031 ഒരു റെഡ് ഷെയ്ഡാണ്. പിന്നെ നമ്മുടെ ബ്ലൂ ഹെവൻ്റെ ഹൈപ്പർ സ്റ്റേ വെയ്റ്റ്ലെസ്
ലിക്വിഡ് മാറ്റിൻ്റെ 05 മിസ്റ്റിക് മെറൂൺ. ഈ രണ്ട് ഷെയ്ഡും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്താണ് ഇട്ട് വെക്കുന്നത്. ഈ ഷെയ്ഡ് രണ്ടും അണ്ടർ 200 ആണ്. ഡാസ്ലറിൻ്റെ ഐ തിങ്ക് നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങുമ്പോൾ 200 സംതിങ് ആണ്. ഓൺലൈനിൽ നിന്ന് നമുക്ക് കുറഞ്ഞ് കിട്ടാറുണ്ട്. ജസ്റ്റ് അപ്പം ഇതും കൂടെ ഒന്ന് ഡാമ്പ് ചെയ്യാം. ഓക്കെ, ലിപ് ഫില്ലർ വെച്ചിട്ട് ചെയ്യാം. ലിപ് ഫില്ലർ ഇവിടെ ഉണ്ടായിരുന്നു, അതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പം ജസ്റ്റ് അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് ഫിനിഷായി. മേക്കപ്പ് പിക്ചറും കൂടെ നമുക്ക് ചെയ്താൽ മതി. ഒരു അടിപൊളി മേക്കപ്പാണ്. ഓവറായിട്ടൊന്നുമില്ല, മീൻസ് ഇങ്ങനെ പുട്ടി അടിച്ച പോലെയൊന്നുമല്ല. നമ്മുടെ സ്കിന്നോട് ചേർന്ന് കിടക്കുന്ന ഒരു അടിപൊളി മേക്കപ്പാണ്. ഐ മേക്കപ്പ് ആയാലും ഭയങ്കര സട്ടിലായിട്ടുള്ളൊരു മേക്കപ്പാണ്. അപ്പോൾ ഞാൻ ബ്ലൂ ഹെവൻ്റെ ഒരു മേക്കപ്പ് പിക്ചറാണ് യൂസ് ചെയ്യുന്നത്. ഇതും 139 സംതിങ്ങിനാണ് ഇത് വാങ്ങുമ്പോൾ. അണ്ടർ 200 ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. BB ക്രീം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ലുക്കാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തെങ്കിലും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇയറിങ്സ് ഇട്ടിട്ടില്ല, ഒരു മീഷോ എന്ന് വെച്ചിട്ട് ചോക്കർ വെച്ചിട്ടാണ് പെയർ ചെയ്തേക്കുന്നത്, ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ദെൻ ടാറ്റാ.